നെന്മാറ വല്ലെങ്കിൽ വേല കഴിഞ്ഞു, തൃശ്ശൂർ പൂരം കഴിഞ്ഞു, പൂരങ്ങളുടെ കാലവും കഴിഞ്ഞു. ഇനി കാത്തിരിപ്പിൻ്റെതാണ്. അതെ, നാം കാത്തിരിപ്പിലാണ്. ഒരു വർഷം കൂടി കാത്തിരുന്നാൽ പൂരങ്ങളായി. എന്നാൽ കഴിഞ്ഞ ദിവസം, അതായത് 2026 ഏപ്രിൽ 9-ാം തീയതി മറ്റൊരു പൂരം കഴിഞ്ഞു. ആഘോഷങ്ങളുടെ ആഘോഷം, തിരുനാളുകളുടെ തിരുനാളുകൾ എന്നറിയപ്പെടുന്ന ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, നമ്മുടെ സമ്മതിദാന അവകാശം. ഇനി അടുത്ത ഇലക്ഷൻ എന്നാ ഉള്ളത്? ഇനിയും 3 വർഷം നമ്മൾ കാത്തിരിക്കണം. 2029 ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും അടുത്ത പാർലമെന്റ് ഇലക്ഷൻ. അത് കഴിഞ്ഞായിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ. ഇലക്ഷനുകൾ നമ്മളെ തൊട്ട് തലോടി സന്തോഷിപ്പിച്ച് ദുഃഖിപ്പിച്ച് ഒക്കെ കടന്നു പോകും. എന്നാൽ അതിൽ പറയേണ്ട കാര്യങ്ങൾ, അതിൽ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി നൽകുകയാണ്. അതൊരു ഇലക്ഷനും ഒരു കാലാവധിയല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ്, അറിയാവുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത്. നാളെ വോട്ടെണ്ണലാണ് അല്ലേ? അസംബ്ലി ഇലക്ഷന്റെ വോട്ടെണ്ണൽ. എല്ലാവരും കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ, ചില വിഷമത്തോടെ, ചില ഒത്തിരി ആശയോടെ. നമ്മുടെ പൗരാവകാശം ബലിയർപ്പിക്കപ്പെടുന്ന ദിവസമായിരുന്നു ഏപ്രിൽ 9. നമുക്ക് നമ്മുടെ ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമാണ് സമ്മതിദാനാവകാശം. എല്ലാ രാഷ്ട്രീയക്കാരും ഇലക്ഷൻ എടുക്കുമ്പോൾ നമ്മുടെ പിന്നാലെ നടന്ന് പറയുന്നതാണ്, നിങ്ങളുടെ പൗരാവകാശം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്, വോട്ട് ചെയ്യുക എന്നുള്ളത്. ശരിയാണ്, ശരിയായിരിക്കാം. നമ്മുടെ പൗരാവകാശമാണ്, നമുക്ക് ആകെ കിട്ടുന്നതാണ്. നമ്മളുടെ ജനപ്രതിനിധികളെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ് ഈ വോട്ടവകാശം. നാളെ, അതായത് മെയ് 4-ാം തീയതി, എല്ലാവരും കാത്തിരിക്കുന്ന ദിവസം, ജയസാധ്യതകളും തോൽവി സാധ്യതകളും മാറി മറിയുന്ന ദിവസം. രാവിലെ മുതൽ എല്ലാവരും ടിവിയുടെ മുന്നിലായിരിക്കും, ഫോണിന്റെ മുന്നിലായിരിക്കും. പണ്ടൊക്കെ റേഡിയോയുടെ മുന്നിലായിരുന്നു. അവസാനം ലോട്ടറി പോലെ ഒരു ഭാഗ്യവാൻ അവിടെ വരും എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും. അതുപോലെ സ്റ്റേറ്റിലും ഭാഗ്യവാന്മാർ മന്ത്രിമാരാകും, മുഖ്യമന്ത്രിയാവും. നാളെ മുതൽ നാം കേൾക്കാൻ സാധ്യതയുള്ള ഒത്തിരി സമാനമായ വാചകങ്ങളുണ്ട്, ഒത്തിരി വെളിപ്പെടുത്തലുകളുണ്ട്. അതിലൊന്നാണ് കള്ളവോട്ടുകൾ. ഇത് നമ്മോടൊപ്പം എന്നും ഉണ്ട്. അതിന്റെ ചരിത്രങ്ങളിലേക്ക് വരികയാണ്. ഈ കള്ളവോട്ടുകളെ എങ്ങനെ മാറ്റാം? കള്ളവോട്ടുകളോ അതിനെ വളരെ എളുപ്പത്തിൽ മറികടക്കാനാകുമായിരുന്നു നമുക്ക്. എന്നിട്ടും എന്തേ അത് ചെയ്യാത്തത്? നമ്മുടെ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ടും ആയി. വോട്ടുകൾ നടന്ന ദിവസവും അതിന്റെ പിറ്റേ ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലും മീഡിയാസിന് കോളായിരുന്നു. അവർ പറഞ്ഞു തുടങ്ങി കള്ളവോട്ടുകളെ പറ്റി. അവിടെ നടന്നു, ഇവിടെ നടന്നു. മാധ്യമങ്ങളാണ് നമ്മളിലേക്ക് ഇതെല്ലാം തരുന്നത്. അതിൽ എത്രയോ ഇരട്ടി നടന്ന് കാണും. കാരണം അത് റിസൾട്ട് കഴിയുമ്പോൾ അത് വിശദമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ചെളിവാരി എറിഞ്ഞ്, പരസ്പരം വാക്കുകൾ എറിഞ്ഞ് പറയും. നമ്മളിങ്ങനെയാണ്. കള്ളവോട്ട് തടയാൻ വളരെ സിമ്പിളായ ഒന്നുള്ളപ്പോൾ കോടികൾ മുടക്കി പലതും നാം ചെയ്യുന്നു. എന്നിട്ട് പരസ്പരം പഴിചാരലാണ്, കുറ്റങ്ങൾ നിരത്തുകയാണ്. കാരണക്കാർ നമ്മളല്ലേ? കള്ളവോട്ടിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഇലക്ഷൻ നടത്തിപ്പുകാരാണ്, തലപ്പത്തുള്ളവരാണ്, സർക്കാരാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കള്ളവോട്ടുകളെ തടയാൻ എന്ത് ചെയ്യണം എന്ന് പറയുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറുകളിൽ കൂമ്പാരമായിരുന്നു ഓരോ ഇലക്ഷൻ ഡ്യൂട്ടിക്കും. ഇലക്ഷൻ ജോലികൾ ഇന്ന് 3 ചുരുങ്ങി. എന്നാൽ ഇപ്പോഴും അതുപോലുള്ള പേപ്പർ കൂമ്പാരങ്ങൾ തുടരുന്നുണ്ട്. അത് ഒന്നിനെ നിലനിർത്തുമ്പോൾ പോലും ചില താല്പര്യങ്ങൾ ഉണ്ടാകാം. ഇൻഡെലിബിൾ ഇങ്കിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഞാൻ
നിങ്ങൾക്കായി തന്നു. ഏപ്രിൽ 8-ാം തീയതി അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ഇൻഡെലിബിൾ ഇങ്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അതിന്റെ ആദ്യകാല രൂപം വരെ ഞാൻ പറഞ്ഞിരുന്നു. വോട്ടെണ്ണൽ ദിവസവും പലയിടങ്ങളിലും വോട്ടേഴ്സിന്റെ വിരലുകളിൽ വാരിക്കോരിയിരുന്നത് ഞാൻ കണ്ടു. ആ ഇങ്ക്, ഇൻഡെലിബിൾ ഇങ്ക്, പലരുടെയും കൈകൾ വൃത്തികേടാക്കിയത് പലരും മീഡിയകളിൽ ഷെയർ ചെയ്തു. എനിക്കും തന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആ വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്ക് പലരുടെയും വിരലിലെ ആ ഇങ്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. അത് വിരലുകൾ പൊള്ളിക്കാതെ, വ്രണമായി അവശേഷിപ്പിക്കാതെ ചെയ്യാനാകും. ജനങ്ങളിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ എന്നുണ്ടാകുന്നു അപ്പോഴാകും. 58 വർഷങ്ങളായി തുടങ്ങുന്ന ആ ഇങ്കിടൽ വേണമെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനാകുമായിരുന്നു. അതിനും സാധ്യതകളുണ്ടായിരുന്നു. 2009 ഇന്ത്യയിലെ പൗരന്മാർക്കുള്ള സവിശേഷ തിരിച്ചറിയൽ കാർഡായ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ, അതായത് UIDAI കാർഡ് അഥവാ ആധാർ കാർഡ് നിലവിൽ വന്നതും മഹാരാഷ്ട്രയിലെ പെംബ്ലി ഗ്രാമത്തിലെ ആദിവാസ വിഭാഗത്തിൽപ്പെടുന്ന രഞ്ജന സോനവാനെ എന്ന ആദിവാസ പെൺകുട്ടിക്കാണ് ആദ്യത്തെ ആധാർ കാർഡ് ഇന്ത്യയിൽ നൽകിയത്. അന്ന് നൽകിയതാരാണ്? അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗും കോൺഗ്രസ് പ്രസിഡന്റ്, അതായത് അന്നത്തെ മന്ത്രിസഭയോട് ചേർന്ന് നിന്ന അതിന്റെ തലപ്പത്തുള്ള സോണിയാഗാന്ധിയും കൂടിയാണ് ആ ഉദ്ഘാടനത്തെ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു അല്ലേ? 2010 സെപ്റ്റംബർ 29 ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ആ ആധാർ കാർഡിന്റെ ഗുണഭോക്താക്കളായ നമ്മൾ അത് ചെയ്യിപ്പിക്കേണ്ട സർക്കാർ എത്ര വർഷമായിട്ടും ആ ഒരു തലത്തിലേക്ക് വരുന്നില്ല. ഇന്ത്യയിലെ പൗരന്മാർക്ക് ബയോമെട്രിക് സംവിധാനത്തിലൂടെ വിരലടയാളവും ഐറിസ് സ്കാൻ ഉപയോഗിച്ച് തിരിച്ചറിയാനായി പലതിനും ആധാർ കാർഡ് നിർബന്ധമാക്കി. എന്തേ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ മാത്രം അതിനെ മാറ്റി നിർത്തുന്നു? വെറും തിരിച്ചറിയൽ കാർഡിന് വേണ്ടി മാത്രമാണോ ആധാർ കാർഡ് ഉപയോഗിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അവിടെ എത്തിയില്ല? ഈ കാർഡ് എത്ര പേരിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഇന്ത്യയിലെ തന്നെ നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിനേക്കാൾ കൂടുതലാണ് എത്തിയിരിക്കുന്നത്. 2026 തുടക്കത്തിൽ ഇന്ത്യയിലെ മുതിർന്ന ജനസംഖ്യയുടെ 99% പേരും ആധാർ പ്രോഗ്രാമിൽ ചേർന്നിട്ടുണ്ട്. ഏകദേശം 134 കോടി ലൈവ് ഹോൾഡർമാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ID സംവിധാനമാണ് ആധാർ കാർഡ്. ഈ സിസ്റ്റം മിക്കവാറും എല്ലാ മുതിർന്നവരെയും ഉൾക്കൊള്ളുകയാണ്. പല സംസ്ഥാനങ്ങളിലും ഏകദേശം 100% സാച്ചുറേഷൻ കൈവരിച്ചിരുന്നു ആധാർ കാർഡ്. 2026 മാർച്ച് വരെ ഏകദേശം 134 കോടിയിലധികം ലൈവ് ആധാർ കാർഡ് ഹോൾഡേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇലക്ഷന്റെ കാര്യവും അതോടൊപ്പം ഈ ഹോൾഡറിന്റെ ശതമാനവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് എങ്ങനെ തിരുത്താനാകുമെന്ന്. ഇന്ത്യയിലെ മുതിർന്ന ജനസംഖ്യയിലെ 99% ആധാർ കാർഡുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ കാർഡിന്റെ ഉപയോഗം കണക്കിലെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ആധാർ കാർഡുകൾ മാതാപിതാക്കൾ എടുക്കുകയാണ്. 1 വയസ്സുള്ള കുഞ്ഞിന് പോലും. മാർച്ച് 2026 വരെ 17,000 കോടിയിലധികം പ്രാമാണിക രേഖകൾ പോലും ഈ ആധാർ കാർഡിലൂടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ആധാർ കാർഡിന്റെ ശതമാനം കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നാണ്. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? 3.6 കോടിയാണ്. പക്ഷേ നമ്മുടെ ആധാർ കാർഡിന്റെ എണ്ണമോ 49 ലക്ഷത്തോളം കൂടുതലാണ്. അതായത് 3.6 അല്ല, 4.09 കോടി ആധാർ കാർഡാണ് കേരളത്തിലുള്ളത്. അതായത് ജനസംഖ്യയേക്കാൾ കൂടുതൽ. അത് പലപ്പോഴും ഡ്യൂപ്ലിക്കേറ്റിലൂടെയോ അല്ലെങ്കിൽ ആധാർ കാർഡ് പോയി കഴിയുമ്പോൾ അടുത്ത കാർഡ് എടുക്കുക, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ താമസക്കാർക്ക് ബയോമെട്രിക് ഡെമോഗ്രാഫിക് വിവരങ്ങൾ അടിസ്ഥാനമാക്കി 12 അക്ക അദ്വിതീയ തിരിച്ചറിയൽ കാർഡ്, അതായത് യുണീക്ക് ഐഡന്റിറ്റി നമ്പർ നൽകുക എന്നതായിരുന്നു ആധാർ കാർഡിന്റെ പ്രധാന ഉദ്ദേശം. സർക്കാർ സബ്സിഡികൾ
ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ എന്നിവ ട്രാൻസ്പെറന്റ് ആക്കാനും, അതായത് സുതാര്യമാക്കാനും, കൃത്യമായി ഗുണഭോക്താക്കളിൽ എത്തിക്കാനും, രാജ്യവ്യാപകമായി തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാനും ഇത് സഹായിക്കുകയായിരുന്നു. ഓരോ വ്യക്തിക്കും ആവർത്തനമില്ലാതെ സ്ഥിരീകരിക്കാവുന്ന ഡിജിറ്റൽ തിരിച്ചറിയൽ നമ്പരായിരുന്നു. സബ്സിഡി, റേഷൻ, സ്കോളർഷിപ്പുകൾ, പെൻഷൻ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനായിട്ട്, അതായത് DBT ലഭ്യമാക്കുമായിരുന്നു. ബാങ്ക് അക്കൗണ്ട് തുറക്കൽ, പാസ്പോർട്ട്, സിം കാർഡ് എടുക്കൽ, വിവിധ സർക്കാർ സ്വകാര്യ സേവനങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും വിശ്വസനീയമായ രേഖയായിട്ട് അത് എടുത്തിരുന്നു. തട്ടിപ്പുകൾ കുറക്കാനും ആൾമാറാട്ടം ഒഴിവാക്കാനും ബയോമെട്രിക് വിരലടയാളം, ഐറിസ് വിരലടയാളം, എല്ലാ വിരലിന്റെയും ഐറിസ്, അതായത് ഒരു വിരൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും മറ്റുള്ള വിരലുണ്ടാവും, ഈ വിരൽ നഷ്ടപ്പെട്ടാൽ ഈ വിരലുണ്ടാവും, അതുപോലെ ഐറിസ് സംവിധാനം വഴി വ്യക്തികളെ കൃത്യമായി പരിശോധിക്കാൻ സഹായിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. ഞാൻ മറ്റൊന്നോട്ട് വരികയാണ്. അന്ന് പേപ്പറിലൂടെ, മീഡിയകളിലൂടെ വന്നിരുന്നു 2009 കാലഘട്ടങ്ങളിൽ. എന്താണ് പറഞ്ഞിരുന്നത്? കള്ളന്മാരെ, തീവ്രവാദികളെ, നമ്മളിൽ നിന്ന് പോയവരെ, അതായത് നഷ്ടപ്പെട്ടവരെ, തട്ടിക്കൊണ്ടുപോയവരെ, ഒരു വ്യക്തി മരിച്ചു കിടക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ അറിയാനായിട്ട് ഇങ്ങനെ ഒത്തിരി സംവിധാനങ്ങൾ എല്ലാം, അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിലൂടെ, ആധാറിലൂടെ കണ്ടെത്തുന്ന. ഇപ്പൊ ഒരു വ്യക്തി ഇവിടെ കൊലപാതകം നടത്തി കടന്നു കളഞ്ഞു, ആ വ്യക്തിയെ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു വ്യക്തി നഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയെ കാണുന്നില്ല. ഒരു അജ്ഞാത ശവത്തെ കിട്ടിയാൽ അതുപോലും നമ്മളുടെ ആധാർ സംവിധാനം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാവുന്നില്ല ആ വ്യക്തി ആരാണെന്ന്. അത് അജ്ഞാത ശവമായി പോവുകയാണ്, അജ്ഞാത ശവമായി മാറുകയാണ്. അത് ബന്ധുക്കളില്ലാതെ മൂടപ്പെടുകയാണ്. എത്ര കൊലപാതകങ്ങൾ, എത്ര നഷ്ടപ്പെടുകൾ, എത്ര തട്ടിപ്പുകൾ, എല്ലാം ആധാറില്ലാതെ, ആധാറിന്റെ ശരിയായ ഉപയോഗം നമ്മൾ ഉപയോഗിക്കാതെ പോവുകയാണ്. അത് തന്നെയാണ് ഇലക്ഷനിലിട്ടും വരുന്നത്. ഇലക്ഷനിൽ എന്ത് ചെയ്യണം? ഇലക്ഷനിൽ വോട്ടിങ്ങിന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇലക്ടർ കാർഡിനേക്കാൾ ഉപരി ആധാർ കാർഡ് ആക്കുക. ആധാർ സംവിധാനം, ഇവിടെ ആധാർ കാർഡ് വന്നാൽ അവിടെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കാൻ പാടില്ലേ? എല്ലാ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും, പ്രൈവറ്റ് കമ്പനികളിലും അവരെന്താ ചെയ്യുന്നത്? ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചാണ് ആ വ്യക്തിക്ക് അകത്ത് കയറാൻ പറ്റുന്നത്. ആ വ്യക്തിക്ക് പുറത്തു വരുന്നത് ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചിട്ടാണ്, വിരലടയാളം കൊണ്ടാണ്. നാം കണ്ടാണ് പണ്ടത്തെ ജെയിംസ് ബോണ്ട് സിനിമകളിലേക്ക്. അത് നമ്മുടെ സർക്കാർ സേവനങ്ങളിൽ വരും എന്ന് പറയുന്നു. അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മിക്കവരിൽ തന്നെ IT സ്ഥാപനങ്ങളിലെല്ലാം ഉണ്ട്. അത് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇലക്ട്രൽ ഉപയോഗത്തിന് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അടുത്ത ഇലക്ഷനിലെങ്കിലും തീർച്ചയായി അടുത്ത ഇലക്ഷനിലെങ്കിലും അടുത്ത പ്രാവശ്യം ഉപയോഗിക്കട്ടെ, ഉപയുക്തമാക്കട്ടെ. ആധാർ കാർഡിന്റെ മഹത്വം അറിയട്ടെ, ആധാർ കാർഡ് എന്താണെന്ന് അറിയട്ടെ. നമ്മുടെ ബാങ്കുകളിൽ, മറ്റുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മളെ വിളിച്ചിടയ്ക്ക് പറയും അല്ലേ, KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന്. ഡിജിറ്റൽ യുഗത്തിൽ രേഖകൾ പേപ്പർ രഹിതമായി പരിശോധിക്കുന്നതിനും സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ KYC ആക്കുന്നത്. അത് പല പല സ്ഥലങ്ങളിൽ ഡിജിറ്റൽ രീതിയിലാണ്. അതിന് ആധാർ സഹായിക്കുകയാണ്. അവസാനം ഞാൻ പറഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കണം, തട്ടിപ്പുകൾ കുറയ്ക്കാനും ആൾമാറാട്ടം തടയാനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ ഇത് ഉപയോഗിക്കാത്തത്? ഇതിന് ഡ്യൂപ്ലിക്കേറ്റുകൾ അഥവാ മറ്റു പേരിൽ സർക്കാർ ഈ കാർഡ് എടുത്ത് നൽകില്ല. ചില ഏജൻസികൾ നൽകുന്നത് ബയോമെട്രിക് ആകില്ല, പകരം ഫോട്ടോ ID മാത്രമാണ് ആകുന്നത്. പല ബംഗാളികളും ബംഗ്ലാദേശികളും അന്യസംസ്ഥാനക്കാരും ചുളുവിൽ വ്യാജ ആധാർ കാർഡുകൾ നൽകുന്നത് ഇതൊന്നും ഇല്ലാതെയാണ്. അതിനൊന്നും ചിലപ്പോൾ ബയോമെട്രിക് സംവിധാനം ഉണ്ടാവില്ല, ഐറിസ് സ്കാനിങ് ഉണ്ടാവില്ല. വെറുതെ അവരുടെ ഫോട്ടോ വെച്ചുള്ള ID കാർഡാണ്. അത് ഏത് തൊഴിലുടമയാണ് നോക്കുന്നത്? ആരും അത് നോക്കില്ല. അതവരെ ആധാർ ഡ്യൂപ്ലിക്കേറ്റ് കേരളത്തിലോ മറ്റുള്ള സ്റ്റേറ്റിലോ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു കൊടുക്കാൻ ആളുണ്ട്, കാശ് കൊടുത്താൽ. സർക്കാരിനെ വഞ്ചിക്കാൻ, നമ്മളെ വഞ്ചിക്കാൻ. അവർ താൽക്കാലിക ലാഭത്തിനാകും, അതായത് കേരളത്തിലെ ജോലിക്ക് വേണ്ടിയിട്ടാകും ഇവർ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കുന്നത്. അതും ഒരാളുടെ പേരിൽ തന്നെ ഒത്തിരി അടിച്ചു നൽകാറുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ 7 പേരോളം
ഒരേ പേരുണ്ടായിരുന്ന ഒന്നാ പറഞ്ഞത്. ഒരേ അഡ്രസ്സ്, ഒരേ വയസ്സ്, ഒരേ പേര്, ഫോട്ടോ മാത്രം വ്യത്യാസം. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ജോലി എടുപ്പിക്കലാണ്, കാശ് കുറഞ്ഞ, അതായത് വേതനം കുറച്ച് കൊടുത്ത് ജോലി എടുപ്പിക്കലാണ് ഓരോ ബംഗാളികൾക്കുണ്ട്. അപ്പോൾ അവർക്ക് ഐഡി ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും അവർ നോക്കാറില്ല. അവർക്കതിന്റെ ആവശ്യമില്ല. പല തീവ്രവാദികളും കേരളത്തിൽ വന്നു പോകുന്നതും കേരളത്തിൽ താമസിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നതൊന്നും സർക്കാർ സേവനങ്ങൾക്കോ വോട്ടിങ്ങിനോ സാധ്യമല്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് പറ്റില്ല എന്ന കാരണം കൊണ്ട് തന്നെ ഇലക്ട്രൽ കാർഡിന് പകരം ആധാർ കാർഡ് ഉപയോഗിച്ചാൽ, അതായത് ആധാർ കാർഡ് ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ മാഗ്നിറ്റ്യൂഡ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഐറിസ് സ്കാനും ബയോമെട്രിക് സംവിധാനം ചെയ്താണെങ്കിൽ ഒരാൾക്കും കള്ളവോട്ട് ചെയ്യാനാവില്ല. ഒരു മരിച്ച വ്യക്തിക്ക് പകരമായിട്ട് വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വിദേശത്ത് പോയിരിക്കുന്ന വ്യക്തിക്ക് പകരം വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സ്ഥലത്തില്ലാത്ത ആൾക്ക് പകരം വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് പകരം വന്ന് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ വോട്ട് ചെയ്യുന്ന ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു, വണ്ടാനം മെഡിക്കൽ കോളേജിൽ. എനിക്ക് വോട്ട് ചെയ്യാൻ വരാൻ പറ്റില്ല. 6 മണി കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോരുന്നത് അത്യാവശ്യമായിട്ട്. അവിടെ നിറയെ ആളായിരുന്നു, വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിറയെ ആളായിരുന്നു. എന്നിട്ടും അവരൊന്നും വോട്ട് ചെയ്യുന്നവരല്ല, വോട്ട് ചെയ്യാനായി കാണില്ല. അവരുടെ എല്ലാം ചിലപ്പോൾ കള്ളവോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും, ആളുകളുടെ പ്രസൻസ് ഇല്ലെങ്കിൽ. ഇങ്ങനെ ചെയ്താൽ ഒരു മനുഷ്യന്റെയും വിരലുകൾ വൃത്തികേടാക്കണ്ട, ഒരു മനുഷ്യന്റെയും കയ്യിൽ സിൽവർ നൈട്രേറ്റ് ഇങ്ക് കൊണ്ട് വ്രണപ്പെടുത്തണ്ട. ഈ ഡിജിറ്റൽ യുഗത്തിൽ പേപ്പർലെസ് ആക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ഷൻ ഡിജിറ്റൽ ആക്കിയാൽ പേപ്പറുകൾ കുറക്കാം. ഇത് ഇന്ത്യയിൽ ആകമാനം ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ചെറിയ സ്റ്റേറ്റ് ആദ്യം, ഇപ്പോ പോണ്ടിച്ചേരി, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ, ഗോവ, അതുപോലെ സ്റ്റേറ്റുകളിൽ ആദ്യം പരീക്ഷിക്കൂ. അതിനുശേഷം എങ്ങോട്ട് വരൂ? വലിയ വലിയ സ്റ്റേറ്റിലേക്ക് വരിക. ഇപ്പൊ കേരളം ഏതാണ്ട് 100% അക്ഷരാഭ്യാസമുള്ളവരാണ്, സാക്ഷരതയുള്ളവരാണ്. ഇവിടെ തുടങ്ങാനാകും ആ ഒരു തരത്തിൽ. ഇപ്പൊ കേരളത്തിൽ തുടങ്ങി, അതിനുശേഷം അങ്ങനെയാവട്ടെ. ഡിജിറ്റൽ എലക്ഷൻ ആവട്ടെ ഇനി വരുന്നത്. ഇത് മുകൾ തലങ്ങളിലേക്ക് ചിന്തിക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവാം. പക്ഷെ ഞാൻ ഈ ചെറിയ അറിവ് കൊണ്ട് ആണ് നിങ്ങൾക്കായി തരുന്നത്. ഇതിലൂടെ ഒത്തിരി ഇലക്ഷൻ ഡ്യൂട്ടിക്കല്ല ആളെ കുറക്കാനാവും, കോടികൾ നമുക്ക് ലാഭിക്കാനാവും. ഈ മഷി വാങ്ങുന്ന കാശ്, പേപ്പർ വാങ്ങിക്കുന്ന കാശ് ഒക്കെ നമുക്ക് ലാഭിക്കാനാവും. ഇലക്ഷന് ആധാർ നിർബന്ധമാക്കിയാൽ തീർച്ചയായും എല്ലാവരെ കൊണ്ടും കാർഡ് എടുപ്പിക്കാനാവും. അത് ആരെടുപ്പിക്കും? ഓരോ രാഷ്ട്രീയക്കാരെടുക്കും. ആധാർ കാർഡ് നിലവിൽ വന്നിട്ട് 16 വർഷങ്ങളായി. എന്നിട്ടും നാം വോട്ടിങ്ങിന് ഐഡിയ ആക്കാത്തത് തീർച്ചയായും വലിയ പോരായ്മയായി നമുക്ക് തോന്നാം. പോരായ്മയാണ്. കൊച്ചുകുട്ടികൾ പോലും സാങ്കേതിക തികവിലെത്തിയിട്ടും ഡിജിറ്റൽ ലോകത്തായിട്ടും നമ്മൾ ഇത്രയും സാങ്കേതികമായി ഉയർന്നിട്ടും എന്ത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. നമ്മൾ ഡിജിറ്റൽ ആവണം. നാം ശാസ്ത്രീയമായി മുമ്പോട്ട് സഞ്ചരിക്കുന്തോറും നാം പിന്നോട്ടാണ്. കുഴിയാനയെ പോലെ. നാം പറയും ആനയാണെന്ന്, അല്ലേ? കേരളത്തിലെ ജനങ്ങൾ കൊമ്പന്മാരെന്നാ പറയാ, ടസ്കേഴ്സ്. എങ്കിൽ നാം കുഴിയാനയാവുകയാണ്. പിന്നിലേക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ഇലക്ഷൻ തീർച്ചയായിട്ടും ഒരു ഡിജിറ്റൽ ആയി മാറട്ടെ. കള്ളവോട്ട് ഇല്ലാതാകട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. വോട്ടിൽ പങ്കെടുത്തവർക്കും അതോടൊപ്പം ഇലക്ഷനിൽ നിന്നവർക്കും വിജയാശംസകൾ നേരുകയാണ്. ആർക്കും തോൽവി ഞാൻ ആശംസിക്കുന്നില്ല. എല്ലാവരുടെയും മനസ്സ് പോലെ, ഹൃദയം പോലെ തീർച്ചയായിട്ടും നല്ലൊരു സർക്കാരുണ്ടാവട്ടെ. ഏത് സർക്കാരുണ്ടായാലും നമ്മളോട്, പാവങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. സത്യത്തിനും നീതിക്കും ചേർന്നവരാകണം. ഒരു സർക്കാരിൻ്റെയും മുമ്പിൽ നീതിദേവത കണ്ണുകൾ മറച്ചു വയ്ക്കാതിരിക്കട്ടെ. നമ്മൾക്കായി നിലനിൽക്കുന്ന, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സർക്കാരാവട്ടെ, അനുഗ്രഹങ്ങളാവട്ടെ അവർ നമ്മൾക്ക് നൽകുന്നത്. നമ്മുടെ അവകാശങ്ങൾ
സംരക്ഷിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഓരോ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. ഏത് പാർട്ടി എന്നില്ല, ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ലോട്ടസ് ആയാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. എൻ്റെ പേരിലും ഈ ചാനലിൻ്റെ പേരിലും. തീർച്ചയായിട്ടും നല്ലൊരു സർക്കാർ നമ്മൾക്കുണ്ടാകും, ഉണ്ടാകണം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ. ഓക്കെ, ബൈ.